ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തീയുടെ അഹങ്കാരം കാണാം. അഗ്നിയുടെ അഹങ്കാരം വെള്ളത്തിനോട്. വെള്ളം അഗ്നിയോട്. ജൽ അഗ്നി സേ. ജൽ എന്ന് പറഞ്ഞാൽ വെള്ളം, പാനി എന്നും പറയാം കേട്ടോ. വെള്ളത്തിന് പാനി എന്നും പറയാം, ജൽ എന്നും പറയാം. അഗ്നി എന്ന് പറഞ്ഞാൽ തീ. അഗ്നിയോട്, തീയോട്. ജൽ അഗ്നി സേ. ഇത് ഒരു വാക്ക് തർക്കാണ് കേട്ടോ. അഗ്നിയും വെള്ളവും തമ്മിലുള്ള ഒരു ചെറിയ വാക്കുതർക്കം. ദേഷ്യത്തിലാണോ? നാരാജ് ഹോഗേ ക്യാ. അത് വെള്ളം ചോദിക്കുന്നതാണ് തീയോട്. ദേഷ്യത്തിലാണോ? നാരാജ് ഹോഗേ ക്യാ. ദേഷ്യം പിടിച്ചോ? ദേഷ്യത്തിലാണോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് ഹിന്ദിയിൽ പറയും നാരാജ് ഹോന. നാരാജ് ഹോന എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുക. നാരാജ് ഹോഗേ ക്യാ. ദേഷ്യത്തിലാണോ? നീ ദേഷ്യാവസ്ഥയിലാണോ? നീ നിന്റെ പണി നോക്ക്. തും തുമാരെ കാം സേ കാം രഖേ. നിന്റെ പണി നോക്ക്. അത് മലയാളത്തിൽ നമ്മൾ എപ്പോഴും പ്രയോഗിക്കുന്നതല്ലേ. ആരെയും ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും നമ്മളെ വേണ്ടാതെ ഇന്റർഫിയർ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നിന്റെ പണി നോക്ക്. തുമാരെ കാം സേ കാം രഖേ. നിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്ക്. അതാണ് അതിന്റെ അർത്ഥം. തുമാരെ കാം സേ കാം രഖേ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. തുമാരെ കാം സേ കാം രഖേ. നിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്ക്. എന്താ പറ്റിയത്? അപ്പൊ അടുത്ത ചോദ്യം വെള്ളം ചോദിക്കാണ്. എന്താ പറ്റിയത്? ക്യാ ഹുവാ. എന്താ പറ്റിയതിന്? ക്യാ ഹുവാ തെരേ സാത്ത് ക്യാ ഹുവാ. അപ്പൊ നമ്മുടെ കൂട്ടുകാരോ നമ്മളെ അറിയുന്ന ഒരാൾ മിണ്ടാതിരിക്കുമ്പം അല്ലെങ്കിൽ ദേഷ്യത്തിലിരിക്കുമ്പം അപ്പം നമ്മൾ ചോദിക്കും ക്യാ ഹുവാ, എന്താ നിനക്ക് പറ്റിയേ? എന്തിനാണ് നീ ദേഷ്യപ്പെടുന്നത്? സാധാരണ ചോദിക്കില്ലേ? അതുപോലെ വെള്ളം അഗ്നിയോട് ചോദിക്കണം, എന്താ പറ്റിയത്? ക്യാ ഹുവാ. ഒന്നും പറ്റിയിട്ടില്ല. കുച്ച് ഭി നഹി. ഒന്നും പറ്റിയിട്ടില്ല. അതും ദേഷ്യത്തോടെയാണ് പറയുന്നത് കേട്ടോ. ഒന്നും പറ്റിയിട്ടില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ കുശലാന്വേഷണം നടത്താൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അതിൽ. അപ്പൊ നമ്മൾ ഒരു ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. കുച്ച് ബി നെഹി. കുച്ച് ബി നെഹി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താ നിന്റെ മുഖത്തൊരു ദേഷ്യം? തുമാരെ ചേരേ പർ കിസ് ബാത് കാ ഗുസ്സാ ഹെ. കിസ് ബാത് കാ ഗുസ്സ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനാണ് നിന്റെ മുഖത്തൊരു ദേഷ്യം? ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ് കേട്ടോ. ചെഹര എന്ന് പറഞ്ഞാൽ മുഖം. തുമാരെ ചെഹരെ പർ നിന്റെ മുഖത്ത് കിസ് ബാത് കാ ഏത് കാര്യത്തിന്റെ ദേഷ്യമാണ്? മീൻസ് എന്താണ് നിന്റെ മുഖത്ത് ദേഷ്യത്തിന് കാരണം? തുമാരെ ചെഹരെ പർ കിസ് ബാത് കാ ഗുസ്സാ ഹെ. ആരും എന്നെ ഗൗനിക്കുന്നില്ല. അപ്പൊ അഗ്നി പറയാണ് ആരും എന്നെ ഗൗനിക്കുന്നില്ല. കോയി മേരെ പർവാ നീം കർത്ത. ഗൗനിക്കുക എന്നുള്ളതിന് പർവാഹ് കർണ ഗൗനിക്കുക. പർവാഹ് നീം കർത്ത. ആരും എന്നെ ഗൗനിക്കുന്നില്ല. കോയി ആരും തന്നെ. മേരെ എന്റെ. പർവാഹ് നീം കർത്ത. ആരും എന്നെ പറ്റി ഗൗനിക്കുന്നില്ല. മീൻസ് എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നില്ല. എന്റെ മുന്നിൽ നീ എത്ര ചെറുതാണ്. എന്റെ മുന്നിൽ നീ എത്ര ചെറുതാണ്. അപ്പൊ വെള്ളത്തിനെ ചെറുതാക്കി വെക്ക. അഗ്നിയുടെ വിചാരം അവനാണ് വലുതെന്ന. തും മേരെ സാമനെ കിത്തനെ ചോട്ടെ ഹോ. നീ എന്റെ മുന്നിൽ എത്ര ചെറുതാണ്. അപ്പം ഇത്രയും ചെറിയ ആൾക്കാരുടെ മുന്നിൽ പോലും ഇവന് വലിയൊരു സ്ഥാനം കിട്ടുന്നില്ലല്ലോ. അതാണ് പരിഭവം അവന്റെ. അതിന് നീ സങ്കടപ്പെടുന്നത് എന്തിന്? ആപ് ഇസ് ബാരേമേ ദുഃഖിക്കോ. അപ്പൊ വെള്ളം ചോദിക്കുക ഞാൻ ചെറുതാണ്, അതിന് നീ എന്തിനാ ദുഃഖിയാവുന്നത്? നീ എന്തിനാന്ന് വിഷമിക്കുന്നത്? നിനക്കെന്തിനാണ് ദുഃഖം? ആപ് ഇസ് ബാരേമേ ഈ കാര്യത്തില് ദുഃഖിക്കോ ഹേ. നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഞാൻ ചെറുതാണ്, അത് സമ്മതിച്ചു. പക്ഷെ നീ ഇതിലെന്തില് സങ്കടപ്പെടണം. ആപ് ഇസ് ബാരേമേ ദുഃഖിക്കോ ഹേ. ആപ് ഇസ് ബാരേമേ ദുഃഖിക്കോ ഹേ. അവരെല്ലാം നിന്നെ പ്രശംസിക്കുന്നത് ഞാൻ കേട്ടു. അപ്പം ദുഃഖത്തിന്റെ കാരണം ഇതാണ്. അവരെല്ലാം എന്നാൽ നോക്കി നിൽക്കുന്നവരെല്ലാം, അല്ലെ പരിസരത്തുള്ളവരെല്ലാം, അല്ലെ അവരുടെ കൂട്ടുകാരെല്ലാം നിന്നെ പ്രശംസിക്കുന്നത് ഞാൻ കേട്ടു. मैंने उन सभी को तुम्हारी प्रशंसा करते हुए सुना. उन सभी को അവരെല്ലാവരും തുമാര പ്രശംസ നിന്നെ പ്രശംസിച്ചു കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു ഞാൻ. അപ്പൊ ഇവന് സഹിക്കോ? ഇവന്റെ വിചാരം ഇവനാണ് ഏറ്റവും വലിയ, ഞാൻ അഗ്നിയാണ്. അപ്പൊ ഈ വെള്ളം, തുച്ഛമായ വെള്ളത്തിന എല്ലാവരും എന്തിനാ പ്രശംസിക്കുന്നത്? അത് കേട്ടിട്ടാണ് ഇവന്റെ ദേഷ്യം. മേനെ ഉൻ സബിക്കോ തുമാരി പ്രശംസ കർത്തേ ഹുവേ സുന. ഇതാണോ കാര്യം? യഹി തോ ബാത്ത്. ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ ആവുന്നത്? യഹി തോ ബാത്ത്. ഇതാണോ കാര്യം? യഹി തോ. അതാണോ കാര്യം എന്ന് ചോദിക്കണമെങ്കിലോ വഹി തോ ബാത്ത്. ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവണം അവിടെ. ഇതാണോ കാര്യം? യഹി തോ ബാത്ത്. ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം കേട്ടോ. യഹി തോ ബാത്ത്. ഇതാണ് ചെറിയ കാര്യത്തിലാണ്. നിനക്ക് മണവും രുചിയുമില്ല. അപ്പൊ ഇവന്റെ ഓരോരോ കുറ്റങ്ങൾ വിളമ്പുകയാണ്. ഇനി തുമാരെ പാസ് നാ തോ കോയി ഗന്ധ ഹെ നാ ഹി കോയി സ്വാദ്. തുമാരെ പാസ് നിന്റെ അടുത്ത് അല്ലെങ്കിൽ നിനക്ക്
കോയി ഗന്ധ് നീ എന്ന് പറഞ്ഞാല് ഒരു മണവും ഇല്ല നിനക്ക്. നാ ഹി കോയി സ്വാദ്, ഒരു സ്വാദും ഇല്ല. തുമാരെ പാസ് നാ തോ കോയി ഗന്ധ് ഹെ നാ ഹി കോയി സ്വാദ്, നിനക്ക് മണവും രുചിയുമില്ല. കളറില്ല, ആകൃതിയുമില്ല. ന കോയി രംഗ് ഔർ ന കോയി ആകാർ. രംഗ് എന്ന് പറഞ്ഞാൽ കളർ. ന കോയി രംഗ്, ഒരു കളറും ഇല്ല നിനക്ക്. ഔർ ന കോയി ആകാർ, ഒരു ആകൃതിയില്ല, ഒരു ഷേപ്പും ഇല്ല, ഒരു കളറും ഇല്ല, ഒരു സ്വാദും ഇല്ല. എന്നിട്ട് എല്ലാവരും നിന്നെ പ്രശംസിക്കുക. എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ട് എന്നെ ആരും പുകഴ്ത്തുന്നില്ല, എന്നെ ആരും ഗവനിക്കുന്നില്ല. ഇതൊക്കെയാണ് അഗ്നിയുടെ ദേഷ്യത്തിനുള്ള കാരണങ്ങൾ. ന കോയി രംഗ് ഔർ ന കോയി ആകാർ, കളറും ഇല്ല, ആകൃതിയില്ല. വെള്ളത്തിനോട് പറയാം. പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. വിശേഷ് പ്രതിഭാശാലി നീ. വിശേഷ് പ്രതിഭാശാലി നീ എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് പ്രത്യേകിച്ച് വേറെ കഴിവൊന്നും ഇല്ല താനും. അഗ്നിക്കുള്ള അത്ര കഴിവ് വെള്ളത്തിനില്ല എന്നാ പറയുന്നത്. വിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്, പ്രതിഭാശാലി കഴിവൊന്നും നീ. നീ എന്ന് പറഞ്ഞാൽ ഇല്ല, പ്രത്യേകിച്ച് കഴിവുമില്ല, നിറവുമില്ല, മണവുമില്ല, രുചിയില്ല, ഒന്നുമില്ല. എന്നിട്ട് നിന്നെ ആൾക്കാർ പ്രശംസിക്കുന്നു. അത് മറ്റവന് ഭയങ്കര വേദന ഉണ്ടായി, ഒരു ജലസ് ഫീലിംഗ് ഉണ്ടാവില്ലേ. എന്നിട്ട് നിനക്കാണ് സമൂഹത്തിൽ കൂടുതൽ സ്ഥാനം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സമൂഹത്തിൽ നിനക്ക് സ്ഥാനമുണ്ട്. ഫിർബി സമാജമേ, സമാജ് എന്ന് പറഞ്ഞാൽ സമൂഹമാണ് കേട്ടോ. ഫിർബി എന്നിട്ടും, സമാജത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കൂടുതൽ സ്ഥാനം നിനക്കാണ്. തുമാര ഏക് സ്ഥാൻ ഹെ, നിനക്ക് ഒരു സ്ഥാനമുണ്ട് അവിടെ. ഒരു സ്ഥാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ലേ, അല്ല പബ്ലിക്കിന്റെ മുന്നിൽ ഒരു നല്ല സ്ഥാനം വഹിക്കുക, അത് നിനക്കുണ്ട്. ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങളൊന്നും നിനക്കില്ല, എന്നിട്ട് സമൂഹത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. എനിക്കില്ലാത്ത ഒരു സ്ഥാനം നിനക്കുണ്ട്. ഫിർബി സമാജ് മേ തുമാര ഏക് സ്ഥാനെ, എന്നിട്ട് നിനക്കാണ് സമൂഹത്തിൽ കൂടുതൽ സ്ഥാനം. ജാഥാ സ്ഥാനം എന്നും പറയാട്ടോ. ഏക് സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിനക്ക് നല്ലൊരു പ്ലേസ് ഉണ്ട് അവിടെ. ഫിർബി സമാജ് മേ, സമൂഹത്തിൽ, തുമാര നിന്റെ ഏക് സ്ഥാനം, നിനക്കൊരു സ്ഥാനം ഉണ്ട്. നിന്റെ ഈ അഹങ്കാരമാണ് എല്ലാറ്റിനും കാരണം. അപ്പൊ ഇത് വെള്ളം പറയാണ്, നിന്റെ ഈ അഹങ്കാരമാണ് എല്ലാറ്റിനും കാരണം. തുമാര ഏ അഹങ്കാർ ഹി സബ് കുച്ച് കാ കാരണം. നിന്റെ ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹന്ത, ഗമണ്ട്, ഗമ ഇല്ലേ, നിന്റെ ഈ അഹങ്കാരം തന്നെയാണ് എല്ലാറ്റിനും കാരണം. സബ് കുച്ച് കാ കാരൺ ഹൈ, അത് മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണല്ലേ. നമ്മുടെ അഹങ്കാരമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. തുമാര ഈ അഹങ്കാർ ഹി, അഹങ്കാരം തന്നെയാണ് സബ് കുച്ച് കാ കാരണം, എല്ലാറ്റിനും കാരണം നിന്റെ ഈ അഹങ്കാരാണ്. എനിക്കെന്താ ഒരു കുറവ്? അപ്പൊ അഗ്നി ചോദിക്കാണ്, എനിക്കെന്താ ഒരു കുറവ്? മേരെ പാസ് ക്യാ നീയേ, എനിക്ക് എന്തിന്റെ കുറവുള്ളത്? എന്നെ എന്തുകൊണ്ട് ഇവർക്ക് ഗവനിച്ചുകൂടാ? എനിക്കെല്ലാം ഉണ്ടല്ലേ, എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്. മേരെ പാസ് ക്യാ നീയേ എന്ന് പറഞ്ഞാൽ എന്താ ഇല്ലാത്തത്? എന്താ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടെന്നല്ലേ അതിന്റെ ഒരു മീനിങ്. എനിക്കെന്താ ഒരു കുറവ്? മേരെ പാസ് ക്യാ നീയേ. തനി സ്വർണത്തിന്റെ കളറാണ് എനിക്ക്. സോനേക്ക രംഗ് ഹേ മുജേ. സോന എന്ന് പറഞ്ഞാൽ സ്വർണം. രണ്ട് സോന ഉണ്ട് കേട്ടോ. ഒന്ന് സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, മറ്റൊരു സോന എന്ന് പറഞ്ഞാൽ ഗോൾഡ്. രണ്ടിന്റെ സ്പെല്ലിംഗ് ഒരുപോലെ തന്നെയാണ്. സോനേക്ക രംഗ് ഹേ മുജേ. സോനേക്ക ഗോൾഡിന്റെ കളറാണ് എനിക്ക്, സ്വർണത്തിന്റെ കളറാണ് എനിക്ക്. കത്തുന്ന അഗ്നിക്ക് ഗോൾഡിന്റെ കളറല്ലേ. അപ്പൊ പിന്നെ ഇവന്റെ ഗുണങ്ങൾ ഓരോന്ന് പറയാ. എന്റെ അടുത്ത് വരാൻ എല്ലാവർക്കും പേടിയാണ്. ഹർ കോയി മേരെ പാസ് ആനെ സെ ഡർത്താ ഹൈ. കത്തുന്ന തീയുടെ അടുത്തേക്ക് പോകാൻ നമുക്കൊക്കെ പേടിയായിരിക്കും അല്ലെ. അതില് അതിന്റെ അടുത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചൂടി വരും. കുറച്ചും കൂടി കഴിയുമ്പോൾ പൊള്ളലേൽക്കും, നമ്മൾ ചാവുകയും ചെയ്യും. ഹർ കോയി മേരെ പാസ് ആനെ സെ ഡർത്താ ഹൈ. എന്റെ അടുത്ത് വരാൻ എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും എന്ന് പറയുന്നതാണ് ഹർ കോയി. എന്റെ അടുത്ത് മേരെ പാസ് ആനെ സെ വരാൻ, ഡർത്താ ഹൈ പേടിയാണ്. ഡർന എന്ന് പറഞ്ഞാൽ പേടിയാവുക, ഡർത്താ ഹെ പേടിക്കും. ഹർ കോയി മേരെ പാസ് ആനെ സെ ഡർത്താ ഹെ. പരിസരം മുഴുവൻ ഞാൻ പ്രകാശം പരത്തുന്നു. അപ്പൊ തീ കത്തുമ്പോൾ അതിന്റെ പരിസരത്തൊക്കെ നമുക്ക് കാണാമല്ലോ, വെളിച്ചം കാണാം. മേ പൂരേ ക്ഷേത്രക്കോ രോഷൻ കർ ദേത്താ ഹും. പൂരേ ക്ഷേത്രം എന്ന് പറഞ്ഞാല് പരിസരം മുഴുവൻ. രോഷൻ കർ ദേത്താ എന്ന് പറഞ്ഞാല് രോഷ്നി. രോഷ്നി എന്ന് പറഞ്ഞാൽ പ്രകാശാണ് കേട്ടോ. രോഷ്നിക്ക് രോഷൻ കർ ദേത്താ എന്ന് പറഞ്ഞാൽ രോഷ്നി ഉണ്ടാക്കും. രോഷ്നി ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്ന അതിന്റെ അർത്ഥം. മേ പൂരേ ക്ഷേത്രക്കോ പ്രകാശ് ഫൈലാ ദേത്താ ഹെ, അല്ലെ പ്രകാശ് ദേ ദേത്തി, അങ്ങനെയൊക്കെ പറയാം. നിന്റെ ഈ ഗമയാണ് എല്ലാറ്റിനും കാരണം. തുമാര യേ ഗമണ്ട് ഹി സബ്കാ കാരൺ ഹെ. നിന്റെ ഈ ഗമ തന്നെയാണ് എല്ലാറ്റിനും കാരണം. പിന്നെയും പറയാം, ഇത് ആദ്യവും പറഞ്ഞിട്ടുണ്ട്.
ഓരോ ഇവൻ ഗമ പറയുമ്പോൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുക. തുമാരാ ഏ ഗമണ്ട് ഹി. ഗമണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഈ അഹങ്കാരം തന്നെയാണ് എല്ലാറ്റിനും കാരണം. ഇപ്പോൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഇവൻ ഓരോന്ന് വ്യക്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു ഭാഗമാണിതെന്ന്. എടോ എളിമയാണ് വിജയം. യാർ ഷീൽ ഹി സഫലത ഹെ. ഷീൽ എന്ന് പറഞ്ഞാൽ എളിമ. എളിമയാണ് വിജയം. ഷീൽ ഹി സഫലത ഹെ. എടോ എന്ന് പറയുന്നത് യാർ ഷീൽ ഹി സഫലത ഹെ. എളിമയാണ് വിജയം. അപ്പം ഇവന് കുറച്ച് എളിമയിൽ നിൽക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് ദേഷ്യം വരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര കോപത്തോടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജീവിതം കുറച്ചും കൂടി സ്മൂത്ത് ആവും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് അറിയിക്കും.